ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് തൃക്കേട്ട നാളുകാർ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവർക്ക് രാജതുല്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ചില വഴികളാണ്, ചില മാർഗങ്ങളാണ്, ആ നാളുകാർ ശ്രദ്ധിക്കേണ്ട ചില മാർഗങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമുള്ളൊരു നക്ഷത്രമാണ്. ഒരു അസുര ഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഇവർക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. അതായത് എല്ലാം അവരുടെ സ്വയം പരിശ്രമത്തിലൂടെ ആയിരിക്കും അവർ നേടിയെടുക്കുന്നത്. കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ദുരിതങ്ങൾ നിറഞ്ഞതായിരിക്കും. അതായത് അസുഖങ്ങളും മറ്റുമൊക്കെ കൊണ്ട് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. മാതാപിതാക്കളെ കൊണ്ട് വേണ്ടത്ര ഒരു ഉപകാരമൊന്നും അവർക്ക് ജീവിതത്തിൽ ലഭിച്ചെന്ന് വരത്തില്ല. അവരുടെ ആ ഒരു കഷ്ടപ്പാട് കൊണ്ടും അവരുടെ പരിശ്രമം കൊണ്ടുമായിരിക്കും അവർ ജീവിതത്തിൽ ഉന്നത നിലയിൽ എത്തുക. അതായത് അവർക്ക് മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, എന്നാലും അവരുടെ ഒരു പരിശ്രമത്തിലൂടെ ആയിരിക്കും ആ കുടുംബം രക്ഷപ്പെടുന്നത്. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. അതായത് ധാരാളം സുഹൃത്ത് വലയം ഉണ്ടായിരിക്കും. അതായത് അവരെല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നോ നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണമെന്നോ നമ്മൾ പറയുന്നത് അംഗീകരിക്കണമെന്നൊന്നും ഇല്ല. ചില സുഹൃത്തുക്കൾ അഭിനയഭാവത്തിൽ ഇവരോട് സ്നേഹം നടിച്ചു നിൽക്കുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് അല്പം ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മൂലം ഇവർക്ക് ജീവിതത്തിൽ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ മൂലം അപ്പോൾ അതിവരുടെ ഉയർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇഷ്ടംപോലെ കാശ്, അതായത് ഇവർ സ്വയം പരിശ്രമത്തിലൂടെ ഒന്നുകിൽ അവർ വിദ്യാഭ്യാസം ചെയ്ത് നല്ല ഒരു തൊഴിൽ സമ്പാദിച്ച് അതിലൂടെ ധാരാളം പണം സമ്പാദിക്കും. അങ്ങനെ കഴിയാൻ ചിലർക്കൊക്കെ അതിന് സാധിക്കുള്ളൂ. ചിലർക്ക് പഠിത്തം ഇല്ലെങ്കിൽ പോലും അവർ ബിസിനസ് ചെയ്ത് അതിലൂടെ അവർ സമ്പന്നരായി മാറുന്നതാണ്. അപ്പോൾ ഈ സമ്പത്തൊക്കെ നാളേക്ക് വേണ്ടി ഇവർ കരുതി വയ്ക്കുക. ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇവർക്ക് അല്പ ആഡംബര ഭ്രമം കൂടുതലാണ്. അതായത് അനാവശ്യമായിട്ട് ഇവർ പണം കൂടുതൽ ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നാളേക്ക് വേണ്ടി പണം, അതായത് ആഡംബരത്തിന് വേണ്ടി പണം ചിലവാക്കാതെ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചാൽ നാളേക്ക് നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. അത് ഇവരുടെ ഉയർച്ചയ്ക്ക് വളരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് അല്പം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അതുപോലെ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷമായിരിക്കും ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നത്. അതൊരു 25-26 വയസ്സിന് ശേഷമായിരിക്കും. ആ സമയമാകുമ്പോഴേക്കും ഇവർക്ക് ജീവിതത്തിൽ ബുധദശയൊക്കെ മാറിയിട്ട് ഇവർക്ക് ശുക്രൻ്റെ ആധിപത്യം വരുന്നതായിരിക്കും. അപ്പോൾ ആ ശുക്രദശയിലായിരിക്കും, അതായത് ബുധദശ കഴിഞ്ഞ് കേതൂർ ദശയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ശുക്രൻ്റെ ആധിപത്യം വരുന്നത്. അപ്പോൾ ആ ഒരു ദോഷ സമയങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു 26-27 വയസ്സിനകമായിരിക്കും. അപ്പോൾ ആ സമയം എല്ലാം കൊണ്ടും വെച്ച് ഇവർക്ക് ആ സമയത്തായിരിക്കും ശുക്രൻ ഉദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്താൻ ഇത് സഹായിക്കുന്നതാണ് വിവാഹത്തോടെ. അതുപോലെ സൽസന്താനങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗമുണ്ട്. അതുപോലെ ബാല്യകാലം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞു, വളരെ അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ബാല്യകാലത്ത് തൃക്കേട്ട നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ മാതാപിതാക്കളൊന്ന് ശ്രദ്ധയെടുക്കുക. അതുപോലെ തന്നെ ഇവർ സ്വന്തമായിട്ട് അധ്വാനിച്ചായിരിക്കും വസ്തുക്കളായാലും വസ്തു വാങ്ങുന്നതാണെങ്കിലും വീട് വയ്ക്കുന്നതായാലും വാഹനങ്ങൾ വാങ്ങുന്നതും ഇതെല്ലാം ഇവർ സ്വന്തം അധ്വാനത്തിലൂടെ ആയിരിക്കും. വിദ്യാർത്ഥികൾ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കാൻ ഇവരിൽ ചെറുക്ക് സാധിക്കും. വിദ്യാവിജയത്തിന് വേണ്ടി ഇവർ ഉറപ്പായിട്ടും സരസ്വതി വിദ്യാ ഗോപാല മന്ത്രവും സരസ്വതി ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ വ്രതം എടുക്കുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും. അതുപോലെ കുടുംബദേവത, അതായത് ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ ഇവർ മുടങ്ങാതെ ദർശനം നടത്തുക. കുടുംബദേവതയെ തൃപ്തിപ്പെടുത്താനും അവിടെ ഒരു കടമ്പായസോ അങ്ങനെയുള്ള നേർച്ചകൾ എന്തെങ്കിലും
ലഘുവായിട്ടുള്ള നേർച്ചകൾ ചെയ്യാൻ, ഇവരാൽ കഴിയുന്ന നേർച്ചകൾ ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൂടെയൊക്കെ ഇവർക്ക് വൻ ഉയർച്ചയിൽ എത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇവർക്ക് രാജതുല്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.